സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ, അൽഫാം, അറേബ്യൻ ചിക്കൻ മന്തി, മസാല ഷവായകൾ, വിവിധതരം ഷവർമകൾ, ബർഗറുകൾ, സാൻഡ്വിച്ചുകൾ തുടങ്ങി നിങ്ങളുടെ ആഘോഷവേളകൾക്ക് വേണ്ട കേക്കുകൾ ഉൾപ്പെടെ എല്ലാം അത്യാധുനിക സൗകര്യങ്ങളിൽ. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. വാർത്തയുടെ വിശ്വാസ്യതയിൽ പ്രിന്റഡ് മീഡിയയാണ് മുന്നിലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ. കേരള ജേർണലിസ്റ്റ് യൂണിയൻ മലപ്പുറം ജില്ലാ നേതൃ ക്യാമ്പ് നിലമ്പൂർ മഹാഗണി ഹട്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിഷ്വൽ മീഡിയയുടെ തള്ളിക്കയറ്റം വാർത്തയുടെ വിശ്വാസ്യതയെ ബാധിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. സംഘടനയുടെ ജില്ലാ നേതൃ ക്യാമ്പ് ഞായർ തിങ്കൾ ദിവസങ്ങളായിട്ടാണ് നടന്നത്. ഞങ്ങളൊക്കെ ഇടയിലുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നത് ഇനി എങ്ങനെ പ്രിന്റഡ് മീഡിയ പിടിച്ചു നിൽക്കുമെന്നായിരുന്നു. അന്ന് ഒട്ടനവധി പ്രിന്റഡ് മീഡിയ ഒന്നുമില്ല. 5-6 പത്രങ്ങളാണ് കേരളത്തിലുള്ളത്. 5-6 ഇല്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് വിഷ്വൽ മീഡിയയുടെ വരവ്. വിഷ്വൽ മീഡിയ 1 വന്നു, 2 വന്നു, ഒരു 4-5 ആയപ്പോൾ ഇനി വിഷ്വൽ മീഡിയയ്ക്ക് പ്രസക്തി ഉണ്ടോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ വിഷ്വൽ മീഡിയ എണ്ണമറ്റ രീതിയിൽ വന്നു. വിഷ്വൽ മീഡിയ ഒരു ഭാഗത്ത് ശക്തമായി പോയപ്പോഴും കേരളത്തിലെ പ്രിന്റഡ് മീഡിയ പിടിച്ചു നിന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം. അതിനകത്ത് പഴയ പോലെയുള്ള ഒരു വളർച്ച പറയാൻ കഴിയില്ലെങ്കിലും പാടെ തളർന്നു പോയില്ല, പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. അതിനകത്ത് 2 ഘടകങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, മലയാളിയുടെ വായനാ സംസ്കാരം. 2, വിഷ്വൽ മീഡിയയേക്കാൾ കൂടുതൽ ഒരു പരിധിവരെയെങ്കിലും ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിക്കുന്നത് പ്രിന്റഡ് മീഡിയ ആണ് എന്നുള്ള ഒരു തോന്നൽ ജനങ്ങൾക്കുണ്ട്. വാർത്തകൾക്ക് വേണ്ടിയുള്ള മത്സരത്തിനിടയിൽ വിഷ്വൽ മീഡിയകൾ പലപ്പോഴും അതിൻ്റെ പരിധികൾ വിട്ടു പോകുന്നുണ്ടോ എന്ന് ജനങ്ങൾ സംശയിച്ചു തുടങ്ങി. പ്രിന്റഡ് മീഡിയ ആകുമ്പോൾ അതിനകത്ത് അവർക്ക് പല പരിമിതിയുണ്ട്. അതുകൊണ്ട് കുറെ കൂടി വിശ്വാസ്യത നിലനിർത്താൻ പ്രിന്റഡ് മീഡിയയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ ഒരു പ്രളയം പോലെ വിഷ്വൽ മീഡിയയിൽ വന്നിട്ടും കേരളത്തിൽ ഇപ്പോഴും പ്രിന്റഡ് മീഡിയ സജീവ സാന്നിധ്യമായി നിലനിൽക്കുന്നത്. പ്രധാനമായും മലയാളിയുടെ വായനാ സംസ്കാരവും അതോടൊപ്പം വിശ്വാസ്യതയുമാണ്. ഉദ്ഘാടന സമ്മേളനം ആധുനിക മാധ്യമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വിവിധ ക്ലാസുകൾ, സംഘടനാ ചർച്ചകൾ, കലാപരിപാടി, സമാപന സമ്മേളനം എന്നിങ്ങനെ വിവിധ സെഷനുകൾ നടന്നു. ആര്യടൻ ഷൌക്കത്ത് MLA മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ആദരിച്ചു. KJU ജില്ലാ സംസ്ഥാന നേതാക്കളായ അനിൽ വിശ്വാസ്, KC സ്മിജൻ, EP രാജീവ്, IJU ദേശീയ സമിതി അംഗം ബോബൻ B കിഴക്കേത്തറ എന്നിവർ പ്രസംഗിച്ചു. KJU ജില്ലാ പ്രസിഡന്റ് സുചിത്രൻ അറോറ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കാർത്തിക് കൃഷ്ണ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മമ്പാട് കോളേജ് മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. AI ട്യൂളുകളെ സംബന്ധിച്ച് പ്രമുഖ AI ഫാക്ട് ചെക്കർ ഹബീബ് റഹ്മാൻ ക്ലാസ് എടുത്തു. ക്യാമ്പ് കൺവീനർ TA രാജഗോപാൽ, മോഡറേറ്റർ CH കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.